Good morning. Good morning, ma'am. 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 Morning, ma'am. Good morning, ma'am. Okay. നമ്മൾ കഴിഞ്ഞ ദിവസം ഏത് ചാപ്റ്ററാണ് എടുത്തത്? മോർണിംഗ് Healthcare system in India. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അത് നിങ്ങൾക്ക് കുറച്ച് എനിക്ക് സ്പീഡ് കൂടി നമ്മൾ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നമുക്കതൊന്നും കൂടി ആ ഭാഗങ്ങളൊന്നും കൂടി കവർ ചെയ്ത് പോകാം. എന്താണ് മനസ്സിലാവാത്തതെന്നുള്ളത് ചോദിച്ചാൽ മതി, അതിനനുസരിച്ച് പറഞ്ഞു തരാം. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഭാഗങ്ങൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. ആ ഫേസസ് എത്തിയപ്പോഴാണല്ലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നത്. അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് പോവാം. ഓക്കെ. ഇപ്പൊ എല്ലാവരും ഉണ്ടോ ഗ്രൂപ്പിലെ? മാം നമ്മൾ ആയുഷിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് അതിനെല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ ആയുഷ് എന്ന് പറയുന്നത്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ ആൻഡ് നേച്ചുറോപ്പതി. ഓക്കെ, മനസ്സിലായോ? മാം ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയും. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും എത്ര ട്രഡീഷണൽ സിസ്റ്റംസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞത്? ആയുഷ് ഉണ്ട്. ആയുഷ് എന്ന് പറയുന്നത് എന്താണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഓർ നേച്ചുറോപ്പതി. ഇതാണ് നമ്മുടെ ട്രഡീഷണൽ പരമ്പരാഗത ആരോഗ്യ ചികിത്സാ രീതികൾ എന്ന് പറയുന്നത്. ഓരോന്നിനും എക്സ്പ്ലനേഷൻ വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു, എങ്കിലും പറയുകയാണ്. എന്താണ് ആയുർവേദ? ആയുർവേദ എന്താണ്? ആയുർവേദയുടെ മീനിങ് എന്ന് പറയുന്നത് എന്താ? ജീവന്റെ ശാസ്ത്രം എന്നാണ് ആയുർവേദ പറയുന്നത്, അല്ലെ? ഈ സംവിധാനം, ഈ ആരോഗ്യ ചികിത്സ അതെങ്ങനെയാണ് നടത്തപ്പെടുന്നത്? പ്രധാനമായും ആയുർവേദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ത്രിദോഷ ഗുണങ്ങളാണ്. അതായത് വാദ, പിത്ത, കഫം, അല്ലെ? എന്നീ ത്രിദോഷങ്ങളുടെ ഒരു അസന്തുലിതാവസ്ഥയെ ചികിത്സിക്കുന്ന രീതിയാണ് എന്ത്? ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? ചരകനാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? യോഗ. യോഗ ഇസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് ദാറ്റ് പ്രൊമോട്ട്സ് ഹെൽത്തി ലിവിംഗ് ഫിസിക്കലി, മെന്റലി ആൻഡ് സ്പിരിച്വലി. ഓക്കെ, ഇതെന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. യോഗനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ അവിടെ വേണ്ട. യുനാനി സിസ്റ്റം എന്താണെന്ന് പറയാ? ഇറ്റ്സ് ഓൾഡസ്റ്റ് മെത്തേഡ് ആണ്, അല്ലെ? ഏറ്റവും പഴയ ഒരു ചികിത്സാ രീതിയാണ് എന്താ? യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സിദ്ധ സിസ്റ്റം എന്താണ്? സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ 5 എലമെന്റ്സിനെ ആസ്പദമാക്കിയിട്ടുള്ള, 5 എലമെന്റ്സിന്റെ അസന്തുലിതാവസ്ഥയെ ആസ്പദമാക്കിയിട്ടുള്ള, ഓക്കെ സൗണ്ട് കുറവാണ്, അസന്തുലിതാവസ്ഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ത്? സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. നേച്ചുറോപ്പതി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് റിലേറ്റഡ് ടു നേച്ചർ. അതായത് ഏതൊക്കെ ചികിത്സാ രീതികളാണ് അതിൽ പറഞ്ഞിരുന്നത്? ജലചികിത്സ, മണ്ണു ചികിത്സ, സൂര്യചികിത്സ എന്നീ പ്രകൃതിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ചികിത്സാ വിധികളാണ് എന്താ? നേച്ചുറോപ്പതി വരുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് എന്തായിരുന്നു പറഞ്ഞത്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം ഇന്ത്യ. ഇന്ത്യയിലെ ആധുനിക ആരോഗ്യ സംവിധാനങ്ങൾ എന്തെല്ലാമാണ്? ഈ ആരോഗ്യ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ആരൊക്കെയാണ്? പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും അതുപോലെ തന്നെയാണ് കെയർ പ്രൊവൈഡേഴ്സും വരുന്നുണ്ട്. മറ്റു ആരോഗ്യ സംരക്ഷണ പ്രവർത്തകരും ഈ ആധുനിക ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഓക്കെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് പ്രധാനമായിട്ടും എത്ര ഫേസസുകൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 3 ഫേസസ്. അവിടെ നിൽക്കട്ടെ, ചോദിക്കട്ടെ, നിങ്ങൾക്ക് ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 5 ട്രഡീഷണൽ സിസ്റ്റംസ് നിങ്ങൾ ഓക്കെ അല്ലേ?
അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് 3 പ്രധാന ഫേസുകളാണ് ഉള്ളത് അല്ലെ. അതില് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻ ദ ഇനീഷ്യൽ ഫേസ് ഓഫ് 1947 to 1983. ആദ്യത്തെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് 1947 മുതൽ 1983 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇവരൊരു നാഷണൽ പോളിസി, ഹെൽത്ത് പോളിസി ഇവിടെ ഫോം ചെയ്യുകയുണ്ടായി. അതിന് പ്രധാനമായും 2 തത്വങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ആ 2 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? No one should be denied health care because of the lack of pay. ആരും തന്നെ പണമില്ലാത്തതിനാൽ ആർക്കും തന്നെ എന്താണ്, ആരോഗ്യ പരിരക്ഷ ലഭിക്കാതിരിക്കരുത്, ആരോഗ്യ പരിരക്ഷ നിഷേധിക്കരുത് എന്നാണ് ആദ്യത്തെ പ്രിൻസിപ്പിളില് പറയുന്നത്. ആദ്യത്തെ പ്രിൻസിപ്പിൾ മനസ്സിലായല്ലോ എന്താണ്? പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും തന്നെ ആരോഗ്യ പരിരക്ഷ നിഷേധിക്കപ്പെടരുത് എന്നാണ് ആദ്യത്തെ ഫേസിലെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. സെക്കൻഡ് പ്രിൻസിപ്പിൾ, രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത് എന്താണ്? It was moral duty of the state. It was a moral duty of the state to provide healthcare people this space so moderate achievements. എന്താണ് പറയുന്നത്? ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആർക്കാണ്? സംസ്ഥാനങ്ങൾക്കാണ്. ഓരോരോ സ്റ്റേറ്റിനുമാണ് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പം ഈ 2 ഫേസസിൽ എന്താണ്, പ്രധാനമായിട്ടും ഗവൺമെന്റിന് തന്നെയാണ് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരിക്കുന്നത് അല്ലെ. അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ആണ് വരുന്നത് ആർക്കാണ്? ഗവൺമെന്റ് സർവീസാണ് അല്ലെ. ഗവൺമെന്റിനാണ് ആരോഗ്യ മേഖലയുടെ പൂർണ്ണ ഉത്തരവാദിത്തം. ഏത് കാലഘട്ടത്തിൽ വരുന്നത്? 1947 മുതൽ 1983 വരെയുള്ള കാലഘട്ടത്തിൽ. മനസ്സിലായോ? മനസ്സിലായ കുട്ടികളെ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരെന്താ മെസ്സേജ് ചെയ്യാത്തത്? ഓക്കെ. ഇനി സെക്കൻഡ് ഫേസ് എന്താണ് പറഞ്ഞത്? സെക്കൻഡ് ഫേസ് 1983 മുതൽ എന്താണ് 2000 വരെയുള്ള കാലഘട്ടത്തിലാണ് സെക്കൻഡ് ഫേസ് എന്ന 2ാം ഘട്ടം. ആരോഗ്യ മേഖലയിലെ 2ാം ഘട്ടമാണിത്. 83 മുതൽ 2000 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഫോം ചെയ്യുന്നത്. 1983 1983 ഒരു നാഷണൽ ഹെൽത്ത് പോളിസി, ആരോഗ്യ ദേശീയ നയം ഇവിടെ ഫോം ചെയ്യുന്നത്. അതെന്താണ് അർത്ഥമാക്കുന്നത്? ആ നയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇറ്റ്സ് പ്രൊനൗൺസ് ക്ലിയർലി എൻകറേജ്ഡ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറി. എന്താണ് പറയുന്നത്? നമ്മളുടെ ആരോഗ്യ മേഖലയിലേക്ക് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിനെ, അതായത് പ്രൈവറ്റ് സ്ഥാപകരെയും കൂടി എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ സർവീസിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് ഈ നയം കൂടി വ്യക്തമാക്കുന്നത്. വ്യക്തമായോ? 1983 നയം എന്താണ് പറയുന്നത്? ആ പോളിസി എന്താണ് പറയുന്നത്? ആരെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഹെൽത്ത് സർവീസ് ഡെലിവറിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്? പ്രൈവറ്റേഴ്സിനെ കൂടി എന്താണ് ഈ ആരോഗ്യ മേഖലയിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് ഈ നയം പരാമർശിക്കുന്നത്. ഓക്കെ. ഇതിന്റെ ഫണ്ട് നിർമ്മിക്കുന്നത്, അപ്പോൾ എന്താണ് ആരോഗ്യ മേഖലയ്ക്കുള്ള ഫണ്ട് എവിടെ നിന്നായിരിക്കും നമുക്ക് കിട്ടാൻ സാധിക്കുന്നത്? ഈ പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിന് കൂടി നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വരികയാണെങ്കിൽ എന്താണ് ഫണ്ടിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പണത്തിന്റെ ധനസഹായത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു എന്താണ് സഹായകമായിരിക്കും. ആരോഗ്യ മേഖലയിൽ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സ് വരികയാണെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്താനായിട്ട് എന്താണ് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. Facilitating expansion of health facilities in rural areas through national health programs. അവിടെ എന്താണ് പറയുന്നത്? അതായത് നാഷണൽ ഹെൽത്ത് പോളിസിയുടെ കീഴില് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിലെ, അതായത് എന്താണ് ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതെന്ന് പറയുന്നത്.
ഏത് പ്രോഗ്രാമിലൂടെ? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമിലൂടെ. ദേശീയ ആരോഗ്യ പരിപാടികൾ വഴി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങള് കൂടുതൽ വിപുലപ്പെടുത്തുക. അതാണ് സെക്കൻഡ് ഫേസില് പ്രധാനമായിട്ടും വരുന്നത്. എന്താണ് ആദ്യം പറഞ്ഞത്? ആദ്യം ഒരു നയം കൊണ്ടുവന്നു, ഒരു പോളിസി ഫോം ചെയ്തു 1983. അതിനെന്താണ് പറയുന്നത്? നാഷണൽ ഹെൽത്ത് പോളിസി. ആ പോളിസി എന്താണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്? ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് നമ്മളുടെ പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിനെയും കൂടി കൊണ്ടുവരണമെന്നും, അതുപോലെ തന്നെ എന്താണ് അതെന്തിനാണ് കൊണ്ടുവരുന്നത്? കൂടുതൽ ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ആരോഗ്യ മേഖലയിലെ കൂടുതൽ ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിനെ കൂടി ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടുത്തണമെന്നും, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പരിപാടികൾ, ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങൾ ആരാണ് വിപുലപ്പെടുത്തുന്നത്? ആരുടെ കീഴിലാണ് വിപുലപ്പെടുത്തുന്നത്? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ കീഴിലാണ്. ദേശീയ ആരോഗ്യ പരിപാടികൾ വഴിയാണ് എന്ത്? ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നത്. അപ്പൊ ഈ രണ്ട് ഫേസും നിങ്ങൾക്ക് മനസ്സിലായോ? എന്നിട്ട് നമുക്ക് മൂന്നാമത്തിലേക്ക് പോയാൽ മതി. രണ്ട് ഫേസസും ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. ഇനി തേർഡ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ഫേസ് പോസ്റ്റ് 2000, അല്ലെ? 2000-ന് ശേഷമുള്ള കാലഘട്ടം. അപ്പൊ നമ്മളുടെ എന്താണ് ഈ 83 വരെയുള്ള കാലഘട്ടത്തില് എന്താ സംഭവിച്ചത്? കൂടുതൽ പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സ് വരികയും ചെയ്തു, അല്ലെ? അപ്പൊ the third phase, post-2000, witnessing a further shift and a focus. The current phase addresses main issues such as public-private partnership, liberalization of insurance sector, and the government as a financier. അതായത് നമ്മളുടെ 2000-ന്റെ കാലഘട്ടമായപ്പോഴേക്കും എന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുണ്ടോ? നമ്മൾ കൂടുതലും മരണങ്ങളും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ ഒരുപാട് കൂടിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എന്താണ് സാധാരണ ജനങ്ങൾക്കൊന്നും എന്താണ് ആരോഗ്യ പരിരക്ഷ ലഭിക്കാനായിട്ട് എന്താണ് വലിയ വലിയ ഹോസ്പിറ്റലുകളോ അങ്ങനെ ഒന്നും പോകാനുള്ള ഒരു സംവിധാനം അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ 2000-ന് ശേഷം എന്താ സംഭവിക്കുന്നത്? പ്രധാനമായിട്ട് എന്താണ് ഇൻഷുറൻസ് മേഖല ലിബറലൈസ് ചെയ്തു. അതായത് ഇൻഷുറൻസ് സംവിധാനം കൂടുതൽ ശക്തമാക്കി. ഇൻഷുറൻസ് മേഖല എന്ന് പറയുമ്പോൾ എന്താണ്? ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താണ് ഓർമ്മ വരുന്നത്? എന്തെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനങ്ങൾ നമുക്ക് ഇന്ന് നിലവിലുണ്ട്? ഏതൊക്കെയാണ്? LIC, ഓക്കെ. നമുക്ക് ഗവൺമെന്റ് ഏതെല്ലാം തരത്തിലുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങൾ നമുക്ക് തരുന്നുണ്ട്? സൗജന്യമായിട്ട് ഏതെല്ലാം സൗകര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്? ഹെൽത്ത് കാർഡ്, നമ്മള് RSBY കേട്ടിട്ടില്ലേ? ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, RSBY കാർഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആരോഗ്യ പരിരക്ഷ സൗജന്യമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ഓക്കെ. ഓക്കെ. അപ്പൊ ഈ 2000-ന് ശേഷമാണ് ഇൻഷുറൻസ് മേഖലയുടെ കടന്നുവരവ് ഉണ്ടായത്. അതായത് ഇൻഷുറൻസ് മേഖല ലിബറലൈസ് ചെയ്യപ്പെട്ടു. കൂടുതൽ ലിബറലൈസ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമാണ് 2000-ന് ശേഷമുള്ള നമ്മളുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അവിടെ ഇൻഷുറൻസ് മേഖല രൂപപ്പെട്ടപ്പോൾ ആളുകൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടി ആരോഗ്യത്തിനുള്ള സൗകര്യങ്ങൾ, ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിച്ചു, അല്ലെ? അവിടെ ഗവൺമെന്റ് എന്തായിട്ടാണ് പ്രവർത്തിച്ചത്? അപ്പോൾ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ, ഒരു ധനസഹായം എന്ന പേരിൽ അഭിസംബോധന ചെയ്യുന്ന ഒരു സെക്ടർ ആയിട്ടാണ് അവിടെ ഗവൺമെന്റ് പ്രവർത്തിച്ചിരുന്നത്. പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ്, അല്ലെ? ഇൻഷുറൻസ് മേഖലയുടെ കടന്നുവരവുണ്ടായത് ഏത് കാലഘട്ടത്തിലാണ്? 2000 പോസ്റ്റ് 2000, 2000-ന് ശേഷമുള്ള കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ 3 ഫേസും വ്യക്തമായി മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? സ്പീഡ് ഉണ്ടോ? പറഞ്ഞോട്ടോ.
ഇനി നമ്മൾ അന്ന് പറഞ്ഞത് എന്താണ്, ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിന് നമ്മൾ എന്താണ് ഒരു 3 ടയർ സിസ്റ്റം ഉണ്ട് അല്ലെ. ഹെൽത്ത് കെയർ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരു ത്രിതല സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പോ നമ്മുടെ ആ 3 ടയർ സിസ്റ്റത്തിനെ നമ്മൾ ഏതൊക്കെ മേഖലകളാണ് അത് അറിയപ്പെടുന്നത്? സബ് സെന്റേഴ്സ് എന്നും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്നാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി, 3 3 ടയർ സിസ്റ്റം ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ അതിലെ സബ് സെന്റേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സബ് സെന്റേഴ്സ് പറയാൻ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എന്താണ് സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത്? എക്സാമ്പിൾ എടുക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ അല്ലെ. നമ്മളുടെ അടുത്ത് എന്താണ് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. അറിയില്ല ഹെൽത്ത് സെന്റേഴ്സ് എന്തിനാണ് ഹെൽത്ത് സെന്റേഴ്സ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്? ഹെൽത്ത് സെന്റേഴ്സ് സബ് സെന്റേഴ്സിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് എന്ത് പറയുന്നത്? ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഹെൽത്ത് സെന്ററിലല്ലേ നമ്മൾ എന്തിനൊക്കെയാണ് ആശ്രയിക്കാറുള്ളത്? വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ കുത്തിവെപ്പുകൾക്കും അതുപോലെ തന്നെയാണ് മറ്റ് ആരോഗ്യ സൗകര്യങ്ങൾക്കുമാണ് നമ്മൾ സബ് സെന്റേഴ്സുകൾ ഉപയോഗിക്കുന്നത്. സബ് സെന്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹെൽത്ത് സെന്ററുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതൊരു ടെമ്പററി സ്ട്രക്ചറാണ്. ആരോഗ്യ മേഖലയിലെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സബ് സെന്റേഴ്സ് അഥവാ ഹെൽത്ത് സെന്ററുകൾ എന്ന് പറയുന്നത്. ഇവിടെ എത്ര വർക്കേഴ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്? 1 2 വർക്കേഴ്സ് മാത്രമേ ഒരു ലൊക്കേഷൻ ആസ്പദമാക്കിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ ഏകദേശം 5000 വ്യക്തികൾക്ക് 5000 ആൾക്കാർക്ക് ആരോഗ്യ സേവനം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് എന്തൊക്കെയാണ്? മെഡിക്കൽ സർവീസ്, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് റെഫറൻസ്. ഓക്കെ, the sub-centers are complemented by community health workers under the supervision of sub-centers. എന്താണ് ഈ സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത്? ആരുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സിന്റെ കീഴിലാണ് ഓരോ ഹെൽത്ത് സെന്റേഴ്സുകളും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സബ് സെന്റേഴ്സ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇൻ റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിലാണ് സബ് സെന്റേഴ്സ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? അവരെന്താണ് പെർഫോം ചെയ്യുന്നത്? മെഡിക്കൽ സർവീസുകളും അതുപോലെ ഇമ്മ്യൂണൈസേഷൻസും ആൻഡ് റെഫറൻസുകൾ, ഡോക്ടേഴ്സിന്റെ റെഫറൻസ് ഒക്കെയാണ് സബ് സെന്റേഴ്സ് അഥവാ ഹെൽത്ത് സെന്റേഴ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതൊരു ടെമ്പററി സ്ട്രക്ചർ ആണ്. സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്ട്രക്ചർ ആണ്. അവിടെ എത്രത്തോളം വർക്കേഴ്സ് ഉണ്ടാവും? 1 2 വർക്കേഴ്സ് മാത്രമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ എന്താണ് ഈ ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രവർത്തിക്കുന്നതാണ്? എപ്പോഴും തുറന്നു വെച്ചിരിക്കും ഹെൽത്ത് സെന്ററുകൾ എല്ലാ വീട്ടിലും? ആഴ്ചയിൽ 7 ദിവസവും ഹെൽത്ത് സെന്റേഴ്സ് പ്രവർത്തിക്കുമോ? ഇല്ല. നിങ്ങളുടെ അടുത്തൊക്കെ അറിയാവുന്നല്ലേ നിങ്ങൾക്ക് ഹെൽത്ത് സെന്ററുകളെ കുറിച്ച്? അത് എല്ലാ ദിവസവും പ്രവർത്തിക്കില്ല. ആഴ്ചയിൽ 1 2 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമോ മാത്രമേ ഹെൽത്ത് സെന്റേഴ്സുകൾ പ്രവർത്തിക്കുകയുള്ളൂ. ഹെൽത്ത് സെന്റേഴ്സിലെ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഇപ്പൊ നമ്മളുടെ പരിസര പ്രദേശങ്ങളിൽ, ഒരു എക്സാമ്പിൾ പറയാണ്, പരിസര പ്രദേശങ്ങളിൽ ഏതെങ്കിലും അസുഖങ്ങൾ, ഇപ്പൊ മഞ്ഞപ്പിത്തം, മഴക്കാലം ആയാലും തന്നെ നമ്മൾക്ക് ഇതുപോലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊതുക് ശല്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ വർക്കേഴ്സ് വരാറില്ല, ഹെൽത്ത് സെന്റേഴ്സിൽ വർക്കേഴ്സ് വന്നിട്ട് പറയും വെള്ളം നിറഞ്ഞെടുക്കുന്ന ഭാഗങ്ങൾ നമ്മളത് തുടച്ചു നീക്കണം, ചിരട്ടകളൊക്കെ കമത്തിയിടണം, വെള്ളം കെട്ടിക്കിടക്കാനുള്ള യാതൊരു അവസരങ്ങളും നമ്മൾ സൃഷ്ടിക്കരുതെന്നാണ് ആര് പറയുന്നത്? ഈ ഹെൽത്ത് സെന്റേഴ്സിൽ വർക്കേഴ്സ് ഒന്ന് നമ്മൾക്ക് അതിന്റെ നിർദ്ദേശങ്ങൾ തരികയും മാത്രവുമല്ല നമ്മൾക്ക് ഈ വീരഗുളിക, അതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മള് കുട്ടികൾക്ക് വീരഗുളിക നൽകുന്നതും അതുപോലെ മറ്റ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിരോധം എന്ന നിലയിൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? നമ്മളുടെ അടുത്തുള്ള ഹെൽത്ത് സെന്ററുകളാണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ?
പിന്നെന്താണ്, ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകാറുണ്ട് അല്ലെ. ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതിപാദ്യ വിഷയം അവർ എടുത്തുകൊണ്ട് അതിനെപ്പറ്റി എന്താണ് ഇപ്പോ ചിലപ്പോ കുടുംബശ്രീനെ കൂടിയിട്ട് ഉൾപ്പെടുത്തിയോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളെയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഏതെങ്കിലും പ്രഗത്ഭരായ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ട് വന്ന് നമ്മൾക്ക് അതിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ആരാണ് നയിക്കുന്നത്? ഇതുപോലുള്ള ഹെൽത്ത് സെന്റേഴ്സിന്റെ ചുമതലയാണ് കേട്ടോ. അപ്പൊ സബ് സെന്റേഴ്സ് എന്താന്ന് വ്യക്തമായല്ലോ. അപ്പൊ ഒന്ന് പറഞ്ഞേ, സബ് സെന്റേഴ്സിന്റെ പെർഫോമൻസ് എന്താണ് അവർ പെർഫോം ചെയ്യുന്നത്? ഒരാൾ പറഞ്ഞേ, നസീറ. സബ് സെന്റേഴ്സ് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇമ്മ്യൂണൈസേഷൻ ആണ്. ആ. മെഡിക്കൽ സർവീസ് റെഫറൽ സബ് സെന്റേഴ്സ്. ആ. ഇത് ടെമ്പററി സ്ട്രക്ചർ ആണ്. 1 to 2 പേഷ്യൻസ് വർക്കേഴ്സ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അത് പിന്നെ പ്രൊവൈഡ് ഒരു 5000 ഇൻഡിവിജ്വൽസിനെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഇതാണ്. എല്ലാം പറഞ്ഞു നസീറ. ഓക്കെ, പിന്നെ അടുത്ത ആരും ചോദിക്കണ്ടല്ലോ. ഓക്കെ, ഈ സബ് സെന്റേഴ്സ് ആരുടെ സൂപ്പർവിഷന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ്. ഓക്കെ ഓക്കെ. ഇനി അപ്പൊ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്റർ എന്താണെന്ന് നോക്കാലോ. ഇനി primary health centers, PHC. PHCs are usually small 1 to qualified doctors and 14 paramedicines, and support PHC is typically a referral unit for a sub-center cluster of 6. The primary health care center are in charge of sub-center each. In addition to outpatient treatment, most facilitate inpatient treatment with 4 to 6 beds. As per plan, PHC serve 30,000 people. ഈ PHC നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്താണ് അതിന്റെ പ്രവർത്തനം? ആരൊക്കെയാണ് അവരിൽ പ്രവർത്തിക്കുന്നത്? ഓക്കെ, PHC എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്മോൾ യൂണിറ്റ് ആണ് അല്ലെ. ഒരു ചെറിയ ആരോഗ്യ പരിരക്ഷാ കേന്ദ്രമാണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ 1 or 2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മാത്രമല്ല, പിന്നെ ആരൊക്കെ ഉണ്ടാവും? 14 പാരാമെഡിസിൻ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, PHC is typically a referral unit for sub-centers cluster cells. PHC എന്ന് പറയുന്നത് എന്താണ്? ആ സബ് സെന്റേഴ്സിന്റെ ഒരു റെഫറൽ ക്ലസ്റ്റർ ഗ്രൂപ്പാണ്. റെഫറൽ ക്ലസ്റ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ക്ലസ്റ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ കൂട്ടമാണ് അല്ലെ. ചെറിയൊരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രമാണ് PHC എന്ന് പറയുന്നത്. The primary healthcare center are in charge of 6 center each. ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ സബ് സെന്റേഴ്സിന്റെ 6 സബ് സെന്ററുകളുടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഉപകേന്ദ്രങ്ങളുടെ 6 ഉപകേന്ദ്രങ്ങളുടെ ഇൻചാർജ് നിർവഹിക്കുന്നത് ആരാണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. എന്താണ്? നമ്മളുടെ സബ് സെന്ററുകളുടെ ഇൻചാർജസ്, പ്രധാനപ്പെട്ട 6 സബ് സെന്ററുകളുടെ ഇൻചാർജസ് നിർവഹിക്കുന്നത് ആരാണ്? PHC ആണ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സുകളാണ്. In addition to outpatient treatment, most facilitate inpatient treatment with 4-6 beds. ഇവിടെ എന്താണ്? PHCയിലെ ഇൻപേഷ്യന്റ് സർവീസസും ഔട്ട്പേഷ്യന്റ് സർവീസസും അവൈലബിൾ ആണ് അല്ലെ. ഇൻപേഷ്യൻസിനെയും ഔട്ട്പേഷ്യൻസിനെയും ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാത്രമല്ല, ഏകദേശം 30,000 പേരെങ്കിലും ചികിത്സിക്കാനുള്ള ചികിത്സാ വിധികൾ എവിടെയുണ്ട്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, PHCയിലെ എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണുള്ളത്? മെസ്സേജ് ചെയ്യാം കേട്ടോ. എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്? 2 ഡോക്ടർ, 1 or 2 കൂടുതൽ ഡോക്ടേഴ്സ് ആയിരിക്കും. മാക്സിമം വന്നാൽ 3 അല്ലേ. ഓക്കെ, എത്ര പാരാമെഡിസിൻസ് ഉണ്ടാവും? മെഡിസിൻ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഉണ്ടാകും?
ഓക്കെ മതി 14 പാരാമെഡിസിൻ സ്റ്റാഫുകൾ ഉണ്ടാകും. ഓക്കെ, ഇതൊരു വലിയ ഗ്രൂപ്പാണോ? ഇറ്റ്സ് എ ബിഗ് ഗ്രൂപ്പാണോ ഇത്? PHSC are usually a small group അല്ലെ? PHSC എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു സ്മോൾ ഗ്രൂപ്പാണ് അല്ലെ? ഒരു ടിപ്പിക്കലി ഒരു ക്ലസ്റ്റർ ഗ്രൂപ്പാണ്, ഒരു ചെറിയ കൂട്ടമാണ് എന്ത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ പെട്ടെന്ന് ഒരു പട്ടിയൊക്കെ കടിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ പൊള്ളലൊക്കെ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഇതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലായിരിക്കും നമ്മൾ പോകുന്നത് അല്ലെ? അവിടെ എന്തായാലും ഒരു ഡോക്ടർ ഇന്ന ദിവസങ്ങൾ ഉണ്ടാവും, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ എന്താണ്, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കൊരു പ്രാഥമിക ശുശ്രൂഷ എന്ന നിലയിൽ പ്രാഥമിക ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ പ്രദേശങ്ങളിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സുകൾ എന്താണ് നടത്തപ്പെടുന്നത്. ഓക്കെ, ഇനി പക്ഷെ എന്താണ്, പട്ടി കടിച്ചു എന്ന് പറഞ്ഞത് ഒരു ഗുരുതരമായ ഒരു അവസ്ഥയാണെങ്കിൽ എന്താണ്, നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത് മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകും. പക്ഷെ എന്താണ്, ചെറിയ ചെറിയ ആവശ്യങ്ങളോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നമുക്ക് എന്താണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെല്ലാവുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ആദ്യത്തെ പ്രാഥമിക ശുശ്രൂഷ അവിടെ നിന്ന് നൽകുന്നതാണ്. പിന്നെ എന്തെങ്കിലും അപകട സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് മറ്റു ആശുപത്രികളിലേക്ക് പോകേണ്ടി വരികയുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ പ്രധാനമായും 6 ബെഡ്സുകളായിരിക്കും മാക്സിമം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ട്രീറ്റ്മെന്റ് വിത്ത് 4 to 6 ബെഡ്, 4 മുതലോ അല്ലെങ്കിൽ 6 ബെഡൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്, PHSCകളിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി എത്രത്തോളം പീപ്പിൾ അവിടെ ചികിത്സിക്കാൻ സാധിക്കും? ഏകദേശം 30,000 പേരെ ചികിത്സിക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? PHCക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സബ് സെന്റേഴ്സും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സും എന്താണെന്ന് ഒരു ധാരണ കിട്ടിയോ നിങ്ങൾക്ക്? ഇത്രയേ ഉള്ളത്. ഇനി വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും വ്യക്തമാവും. ഓക്കെ, അപ്പൊ നമ്മൾക്കിനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ പോയാലോ? ഓക്കെ, Community Health Centers, CHC. The secondary sector of healthcare system contains rural hospitals and community centers serving for PHC. The CHC specialized services are meant for 120,000 people. Community health are supposed to have at least 30 beds, an operation theatre, laboratory, X-ray facilities, as well as a team of 4 medical specialists. എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത്? നമ്മളുടെ അടുത്തുള്ള ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഏതാണ്? നമ്മളുടെ താലൂക്ക് ഹോസ്പിറ്റലിലെ താലൂക്ക് ഹോസ്പിറ്റലാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാലേ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ താലൂക്ക് ആശുപത്രികളാണ് അല്ലെ? അവിടെ എന്തെല്ലാം സേവനങ്ങളാണ്? ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കി, എന്തെല്ലാം സേവനങ്ങളാണ് നമുക്കൊരു സർക്കാർ ആശുപത്രിയിൽ ലഭിക്കുന്നത്? ഒട്ടുമിക്ക സേവനങ്ങളിൽ തന്നെ നമ്മൾക്ക് സൗജന്യമാണ് അല്ലെ? ഓക്കെ, എന്തെങ്കിലും എക്സ്ട്രാ ഇപ്പൊ എക്സ്റേ അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മിതമായ ചെറിയ പൈസ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഈടാക്കുന്നുണ്ട് അല്ലെ? എനിക്ക് പറഞ്ഞാൽ എക്സ്റേക്ക് ഒരു 50 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ ഇങ്ങനെയൊക്കെ എക്സ്ട്രാ മാത്രമേ ഇവിടെ നമുക്കൊരു ബില്ല് ചെയ്യേണ്ടി വരുന്നുള്ളൂ അല്ലെ? ബാക്കി എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് അവിടെ എന്താണ് സൗജന്യമാണ്. ഓക്കെ, ഇപ്പൊ അഡ്മിറ്റ് ആയ പേഷ്യൻസിന് എന്തെല്ലാം സൗകര്യങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്? ഭക്ഷണം വരെ സൗജന്യമായിട്ടും മരുന്നുകളും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള സേവനങ്ങളും എന്താണ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇന്ന് ലഭ്യമാണ്. ഓക്കെ, നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെക്ടറാണ് അല്ലെ? ഇതൊരു ദ്വിതീയ സംവിധാനമാണ്, ദ്വിതീയ മേഖലയാണ് എന്താ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡറി സിസ്റ്റം ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ്, CHC അല്ലെ? സെക്കൻഡറി സെക്ടർ ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്തൊക്കെയാണ് ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്? റൂറൽ ഹോസ്പിറ്റൽ ആൻഡ്
കമ്മ്യൂണിറ്റി സെന്റേഴ്സ് അല്ലെ. ഗ്രാമീണ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സെന്റേഴ്സുമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ വരുന്നത്. നമ്മുടെ സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ഓക്കെ, ഇത്രയും വ്യക്തമാണോ? ഓക്കെ, ഇനി എത്ര പേർക്കാണ് എത്രത്തോളം ആൾക്കാർക്കാണ് ഈ CHC സേവനം നൽകുന്നത്? 1,20,000 ആളുകൾക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് സേവനം നൽകുന്നുണ്ട്. ഓക്കെ, CHC serving for PHC. കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസുകളാണ് ആര് സെർവ് ചെയ്യുന്നത്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെ സെർവ് ചെയ്യുന്നത് ആരാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സുകളാണ്. അപ്പോ നമ്മുടെ സബ് സെന്റേഴ്സിനെ ലീഡ് ചെയ്യുന്നത് ആരാണ്? സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? സബ് സെന്റേഴ്സിനെ ലീഡ് ചെയ്യുന്നത് ആരാണ്? PHC. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 1,20,000 പേരെങ്കിലും നമ്മൾക്കിപ്പോ നമ്മുടെ സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആലോചിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ ഏകദേശം ഒരു ധാരണ കിട്ടും അല്ലെ. എത്രത്തോളം സൗകര്യങ്ങളുണ്ട്, എത്രത്തോളം ആൾക്കാർക്ക്, എത്രത്തോളം ബെഡുകൾ, എത്രത്തോളം വാർഡ് റൂമുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ ഹോസ്പിറ്റലിനെ വിചാരിച്ചാൽ തന്നെ, മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ധാരണ കിട്ടുന്നു അല്ലെ. അപ്പൊ 1,20,000 പേരെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്ന് ഇപ്പൊ നമ്മളുടെ ഈ തൊട്ടടുത്ത മറൂർ ഹോസ്പിറ്റലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു അല്ലെ. നല്ല രീതിയിൽ വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഓരോ കാലഘട്ടം തോറും ഓരോ മാസം തോറും ഒരുപാട് വ്യത്യാസങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ അത്യാഹിത വിഭാഗം കാഷ്വാലിറ്റി നോക്കിയാൽ തന്നെ അധികം സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഓരോ കാലഘട്ടത്തിലെ വ്യത്യാസങ്ങൾ, ആരോഗ്യ മേഖലയിലെ ഓരോ നിയമങ്ങളുടെയും നയങ്ങളുടെയും വ്യത്യാസം അനുസരിച്ചിട്ട് ഓരോരോ പുതിയ കാര്യങ്ങളും പുതിയ സംവിധാനങ്ങളും നമ്മളുടെ ആരോഗ്യ മേഖല ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിലെ പ്രധാനമായിട്ടും സപ്പോസ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ് അല്ലെ, 30 ബെഡെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ operation theatre, then laboratory, X-ray facilities, as well as team of 4 medical specialists. ആരൊക്കെയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ പ്രവർത്തിക്കുന്നത്? അപ്പോൾ എത്ര ഡോക്ടേഴ്സ് ആണ് പ്രവർത്തിക്കുന്നുണ്ട്? എത്ര മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആണ് പ്രവർത്തിക്കുന്നുണ്ട്? ടീം ഓഫ് 4 അല്ലേ? ഇനി ഒരു CHC-യുടെ അണ്ടറിൽ എത്ര PHC വരുന്നുണ്ട്? അവിടെ ഒരു CHC-യുടെ അണ്ടറിൽ എത്ര PHC വരുന്നുണ്ട്? 4 PHC വരുന്നുണ്ട് അല്ലെ. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ കീഴിലായിട്ട് 4 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരുന്നുണ്ട്. ഒരു CHC-യുടെ അണ്ടറിലായിട്ട് 4 പ്രാഥമിക ഹെൽത്ത് സെന്റേഴ്സ് വരുന്നുണ്ട്. ഇനി CHC-യിൽ ഏകദേശം 3-4 സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. മാത്രവുമല്ല 30 ബെഡ്സുകളും അതിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ്. മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഏതൊക്കെ വിഭാഗങ്ങൾ അതിൽ വരും? പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ഏതെല്ലാം രീതിയിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും? MBBS ഏതെല്ലാം ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്? ENT, ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ്, ഗൈനക്കോളജി ഉണ്ടാവും, ENT ഉണ്ടാവും, ജനറൽ മെഡിസിൻ ഉണ്ടാവും. ഓക്കെ, പിന്നെന്താ? ഓർത്തോ മെഡിസിൻ ഉണ്ടാവും. ഓർത്തോ ഉണ്ടാവും. പിന്നെന്താ?
പീഡിയാട്രിക്. ഓക്കെ. അങ്ങനെ പല സ്പെഷ്യലിസ്റ്റുകൾ അല്ലെ. ഇപ്പൊ എന്താണ് ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ ഇപ്പൊ കൂടുതലായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഡെന്റൽ ഒക്കെ എന്ന് പറയുന്നത് എന്താണ്, പക്ഷെ എന്താണ് 1-2 ദിവസങ്ങളിൽ മാത്രമേ സേവനങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഡെർമറ്റോളജിസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ എന്താണ്, അതൊക്കെ ഒരു ദിവസം മാത്രമേ അതിന്റെ സേവനങ്ങൾ ഉണ്ടാവുള്ളൂ. എങ്കിലും എന്താണ്, വിവിധ തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ന്യൂറോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്. ഓക്കെ. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലാണ് അല്ലെ, താലൂക്ക് ആശുപത്രിയാണ് എന്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന്റെ ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത്. ഓക്കെ. ഈ 3 ടയർ സിസ്റ്റം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാലോ നമുക്ക്. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ? ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഉത്തരം പറയാട്ടോ. അതിന് മുമ്പായിട്ട് ഞാൻ CHSനെ കുറിച്ച് കുറച്ച് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് തരാം. അതൊന്ന് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഒന്ന് എഴുതിയെടുത്തോ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ. പേനയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അവരും. ജസ്റ്റ് ഒന്ന് പോയിന്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് എഴുതി പോവാട്ടോ. അവിടെ കൊടുക്കുന്ന പോയിന്റ്സ് തന്നെയാണ് നമ്മളത് പോയിന്റ് ആയിട്ട് പറയുന്നുള്ളൂ. എന്താണ് ഫസ്റ്റ് പോയിന്റ്? എന്താണ് ദ സെക്കൻഡറി സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. The secondary sector of Indian healthcare system. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്റേഴ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എഴുതാൻ എന്താണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാൻ സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന ഫസ്റ്റ് പോയിന്റ് എഴുതുക. എഴുതിയോ? ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്താണ്? CHSE serve for PHSE. CHSE serve for PHSE. 4 കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാം. എന്താണ്? The secondary sector of healthcare system. The secondary sector of healthcare system ആണ് ഫസ്റ്റ് പോയിന്റ്. The secondary system of Indian healthcare system എന്ന് പറയുന്നതാണ് എന്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. എടോ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, പാരഗ്രാഫിൽ കിടക്കുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് പോയിന്റ് എന്താണ്? CHSE serve for PHSE. CHSE serve for PHSE. അതാണ് സെക്കൻഡ് പോയിന്റ്. Third point, it served 1,20,000 people. It served 1,20,000 people. It served 1,20,000 people. Fourth point പറഞ്ഞോട്ടെ. Okay. Fourth point, it's supposed to have at least 30 beds. It's supposed to have at least 30 beds. 30 beds. It is supposed to have at least 30 beds. എന്തൊക്കെ വരുന്നുണ്ട്? ഓപ്പറേഷൻ തിയേറ്റർ, laboratory, X-ray facilities. അത്ര എഴുതാട്ടോ. It's supposed to have at least 30 beds, operation theatre, laboratory,
X-ray facilities. X-ray facilities are available in CHSE. X-ray facilities are available in CHSE. Next point. A team of 4 medical specialists. A team of 4 medical specialists. A team of 4 medical specialists. എഴുതി കുട്ടികളെ. ഓക്കെ, ഒരാളെന്നാ പോയിന്റ്സ് എല്ലാവരും ഒന്ന് വായിച്ചേ. ഒരാള് നിങ്ങൾ എന്നെ മുന്നോട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. ആരെങ്കിലും ഒരാൾ. ഒരു മിനിറ്റ് പറയല്ലേ. ആ പറഞ്ഞു. 5th പോയിന്റ് ഒന്നുകൂടി പറയാം. എന്താണ് പറഞ്ഞത്? A team of 4 medical specialists. A team of 4 medical specialists. ഇവിടെ പോയിന്റ് നമ്മുടെ ലാസ്റ്റ് ഇതിലേക്ക് തന്നെ കിടക്കുന്നുണ്ട്. അത് തന്നെ പറയണം. ഇങ്ങനെ ഒരു വലിയ പാരഗ്രാഫ് ഇട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബേർഡൻ ആയിട്ടുള്ളൂ. ഒരുപാട് വായിക്കാനുള്ള പോലെ നമുക്ക് പോയിന്റ് ആക്കി തന്നൊന്നും മാത്രമേ ഉള്ളൂ. ആ സെയിം പോയിന്റ്സ് തന്നെ ടീച്ചർ പറഞ്ഞത് കേട്ടോ. അതിന് മുന്നത്തെ പോയിന്റ്, ഏതിന് മുന്നത്തെ പോയിന്റ് ആണ് ഷാനിയ? A team of 4 medical specialists തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റ്. It's supposed to have at least 30 beds, operation theatre, laboratories, പിന്നെ എന്താണ്? X-ray facilities. X-ray facilities are available in CHC. അത്രേ പറഞ്ഞോളൂ. ഓക്കെ, ഒരാളൊന്ന് വായിച്ചേ. The secondary sector of Indian healthcare system. Yeah. CHG serving for PHCS. It serves 1,20,000 people. Yeah. It's supposed to have at least 13 beds, operation theatre, laboratory, X-ray facilities are available in CHC. Okay, very good. A team of 4 medical specialists. Specialist. ഇനി ആരെങ്കിലും പറയണോ? വായിക്കണോ? നസീറ നോന്ന് ടൈപ്പ് ചെയ്തത് നീ ആയതാണോ? Yes, miss. ഓക്കെ. പിന്നെ അപ്പൊ ഈ 3 ഭാഗങ്ങളും ഈ 3 ടയർ സിസ്റ്റം നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത്രയേ ഉള്ളൂ അല്ലെ? സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സ് ആണ് അല്ലെ? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു അത്യാവശ്യ പ്രാഥമികമായ ഒരു ശുശ്രൂഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സെന്റേഴ്സ് ആണ് എന്റെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ അല്ലെ? ഇത്രയുള്ള ഉദാഹരണ സഹിതം മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നമ്മള് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ട്രക്ചർ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ. പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. ജസ്റ്റ് പറഞ്ഞു പോയോ അല്ലെ?
നിങ്ങൾക്ക് മറ്റേ എടുത്ത ടോപ്പിക്കിൽ വേറെ സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇതൊന്നിപ്പോ ജസ്റ്റ് പറഞ്ഞു പോകാം. വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയി മാം. ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് ഈ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് പറയാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അതിലുള്ളൂ. ഓക്കെ, ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതെല്ലാം മേഖലകളിൽ, ഏതെല്ലാം ലെവലിൽ, ഏതെല്ലാം തലത്തിലാണിത് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ചാർട്ടിലൂടെ നമുക്ക്, ഈ ഫ്ലോ ചാർട്ടിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ പോകുന്നത്. ഓക്കെ, ഇതില് ഫസ്റ്റ് വരുന്നത് ഏത് ഘട്ടമാണ്, ഏത് ലെവലാണ്? നാഷണൽ ലെവൽ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ആദ്യ ഘട്ടം എന്നാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. ദേശീയ തലത്തിലെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് ഏറ്റവും ഹെഡ് ആയിട്ട് വരുന്നത്, അല്ലെ? ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ വരുന്നത് ഏതാണ്? നാഷണൽ ലെവലില് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മേഖലയാണ്, ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു തലമാണ് എന്ത്? നാഷണൽ ലെവലിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അല്ലെ? ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന തലം എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ ദേശീയ ലെവലാണ്, അല്ലെ? ദേശീയ തലത്തിലാണ് ആരോഗ്യ മേഖല ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഓക്കെ, അതിന് കീഴിലാണ് എന്ത്? മറ്റ് മേഖലകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വരുന്നത് അതിന് കീഴിലാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ സെൻട്രൽ ലെവൽ ഓഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നാഷണൽ ലെവൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് കേട്ടോ. എന്താണ് നമ്മുടെ സെൻട്രൽ ലെവൽ ഓഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? നാഷണൽ ലെവൽ ഓഫ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഓക്കെ, ഇനി ഈ നാഷണൽ ലെവലിന്റെ താഴെ വരുന്നതാണ് അടുത്ത തലത്തിലേക്ക് വരുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. എന്താണ്? സംസ്ഥാന തലവും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും. നമ്മളുടെ നാഷണൽ ലെവലിൽ എന്ന് പോലെ തന്നെ എന്താണ്? സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എന്താണ്? ആരോഗ്യ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ നമുക്ക് എത്ര ഉണ്ട്? എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ നമുക്കുണ്ട്? അറിയില്ല? 5 അഞ്ചു ജോമോൻ? 5 എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ നമുക്കുണ്ട്? പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണോ? ഒരു യൂണിയൻ ടെറിട്ടറി ആണോ നമ്മുടെ? ഓക്കെ, നമുക്ക് 6 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്, അല്ലെ? ഓക്കെ, അപ്പൊ ആ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എന്താണ്? ഇത്തരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങളും അവിടെയും നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഏത് ലെവലില്? സ്റ്റേറ്റ് ലെവലിൽ, അല്ലെ? സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും എന്താണ്? ആരോഗ്യ സംവിധാനങ്ങൾ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി സ്റ്റേറ്റ് ലെവലിന് താഴെയായി വരുന്നതാണ് ഡിസ്ട്രിക്ട് ലെവൽ, അല്ലെ? ജില്ലാതലം. ജില്ലാതലത്തില് പ്രധാനമായും 2 രീതിയിലാണ് അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ജില്ലാതലത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മളുടെ കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ തലസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? തിരുവനന്തപുരത്താണ്, അല്ലെ? സെക്രട്ടേറിയറ്റില്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ്സും അവിടെ തിരിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സും അവിടെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ നമ്മളുടെ ആരോഗ്യ മേഖലയിലെ മന്ത്രി ആരാണ്? ആരാണ് നമ്മളുടെ ആരോഗ്യ മേഖലയിലെ മന്ത്രി? ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ് ആണ്, അല്ലെ? വീണ ജോർജ് ആണ്. അദ്ദേഹമാണ് അവരാണ് നമ്മളുടെ ഹെൽത്ത് ആരോഗ്യ പരിരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും പദ്ധതികളും ഒക്കെ നമ്മൾക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ കേരളത്തില് എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകൾക്കും കൂടിയുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും
പദ്ധതികളൊക്കെ ആരാണ് പുറപ്പെടുവിക്കുന്നത്, ആരാണ് തീരുമാനിക്കുന്നത്? നമ്മളുടെ ആരോഗ്യമന്ത്രിയാണ് അല്ലെ. കേരളത്തിലെ 14 ജില്ലകളിലെയും ആരോഗ്യ സംരക്ഷണം ആരുടെ കയ്യിലാണ്? ആരോഗ്യമന്ത്രിയുടെ കയ്യിലാണ്. ഓക്കെ, ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്? വീണ ജോർജ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യത്തെ CHC-കളിലും PHC-കളിലും ഒക്കെ നിർദ്ദേശം കൊടുക്കുന്നത് ആരാണ്? ആരാണ് കൊടുക്കുന്നത്? നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ആണ് അല്ലെ, ആരോഗ്യമന്ത്രിയാണ് ഈ CHC-കളിലും PHC-കളിലും ഒക്കെ എന്താണ് നിർദ്ദേശങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യ മന്ത്രാലയമാണ്, അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങള് നമ്മള് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ജില്ലാ തലത്തില് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നതിലാണ് എന്ത് വരുന്നത്? റൂറൽ ഏരിയാസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അർബൻ ഏരിയാസും വരുന്നുണ്ട്. റൂറൽ ഏരിയാസിൽ, അതായത് നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിലെ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്, എന്തെല്ലാം ആരോഗ്യ സംവിധാനങ്ങൾ നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്? CHSE, PHSC ആൻഡ് സബ് സെന്റേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ച ആ 3 ടയർ സിസ്റ്റം എവിടെയാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്? ഡിസ്ട്രിക്ട് ലെവലില് റൂറൽ ഏരിയാസിന്റെ കീഴിലാണ് അല്ലെ. ഗ്രാമപ്രദേശങ്ങളില് പ്രവർത്തിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങളാണ് എന്ത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സും, അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സും സബ് സെന്റേഴ്സും. ഓക്കെ, അപ്പൊ ഡിസ്ട്രിക്ട് ലെവലിന് കീഴിൽ ഏതൊക്കെ വരുന്നതെന്ന് വ്യക്തമായില്ലേ? ഇനി അത് നമ്മൾ പറഞ്ഞത് റൂറൽ ഏരിയാസിലെയാണ്. അർബൻ ഏരിയാസിൽ, അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഗരപ്രദേശങ്ങൾ അല്ലെ. നഗരപ്രദേശങ്ങളില് എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ഏതൊക്കെ ആരോഗ്യ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്. ഹോസ്പിറ്റലുകളും ആശുപത്രികളും ഡിസ്പെൻസറികളുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അർബൻ ഏരിയാസില്. അതായത് ജില്ലാതലത്തിന്റെ കീഴില് രണ്ട് മേഖലകളുണ്ട്. ഒന്ന് റൂറൽ മേഖലയും അർബൻ മേഖലയും. അതായത് ഗ്രാമപ്രദേശങ്ങളും നഗരപ്രദേശങ്ങളും. ഗ്രാമപ്രദേശങ്ങളില് എന്താണ്? CHC, PHC, സബ് സെന്റേഴ്സ്. ഇനി നഗരപ്രദേശങ്ങളിലോ ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസുമാണ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഹയസ്റ്റ് പൊസിഷൻ ഏതാണ്? നാഷണൽ ലെവൽ. വെരി ഗുഡ്, നാഷണൽ ലെവലാണ് ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ലെവൽ ഏതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. അതാണ് ഇതിൽ വരുന്നത്, നാഷണൽ ലെവലില് വരുന്നത്. നാഷണൽ ലെവലിലെ കീഴിൽ എന്താണ്? നാഷണൽ ലെവലിൽ കീഴിൽ എന്താണ്? സ്റ്റേറ്റ് ആൻഡ് UTS, യൂണിയൻ ടെറിട്ടറീസ്. യൂണിയൻ ടെറിട്ടറീസിന് ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ അത്, UTS എന്നാണല്ലോ. ഓക്കെ, സംസ്ഥാന തലങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് എന്ത്? ദേശീയ തലത്തിന് താഴെയായി വരുന്നത്. അതിന് താഴെ വരുന്നതാണ് എന്ത്? ഡിസ്ട്രിക്ട് ലെവൽ. എന്താണ്? ജില്ലാതലം. ജില്ലാതലത്തിന് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? റൂറൽ ഏരിയാസ് എന്നും അർബൻ ഏരിയാസ് എന്നും. റൂറൽ ഏരിയാസിൽ എന്തൊക്കെ വരുന്നു? റൂറൽ ഏരിയാസിൽ എന്തൊക്കെ വരുന്നു പറയേ? PHC, CHC, സബ് സെന്റേഴ്സ്. ഓക്കെ, അർബൻ ഏരിയാസിലോ? ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിന്റെ പ്രവർത്തനങ്ങൾ ആരാണ് നയിക്കുന്നത്? ഡിസ്ട്രിക്ട് ലെവലിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ആരാണ് നയിക്കുന്നത്? ഡിസ്ട്രിക്ട് ലെവലിലെ ജില്ലാതലത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്? ഹെൽത്ത് മിനിസ്റ്റർ. ഓക്കെ, ഹെൽത്ത് മിനിസ്റ്റർ ആണ്, ആരോഗ്യമന്ത്രിയാണ് എന്താണ്? എല്ലാ ആരോഗ്യ മേഖലയിലേക്കുള്ള നിർദ്ദേശങ്ങളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുന്നതും അത് നടത്തപ്പെടുന്നതും ആരാണ്? ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. ഓക്കെ, ആരോഗ്യമന്ത്രിയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്.
അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓരോ ഓരോ മേഖലകളിലേക്കും നിർദ്ദേശങ്ങൾ പോകുന്നത്. ഓക്കെ, നമുക്ക് വ്യക്തമായിട്ട് അറിയാം കോവിഡ് കാലഘട്ടത്തില് ആരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളെല്ലാവരും എങ്ങനെയായിരുന്നു എന്നുള്ളത്. അത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ പ്രധാനമായി നോക്കിക്കണ്ടത് എന്താണ്, നമ്മുടെ ആരോഗ്യ മേഖലയിലാണ് അല്ലെ. അവിടുത്തെ ഓരോ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മള് വീടുകളിൽ എല്ലാവരും അതിനായിട്ടുള്ള സൗകര്യങ്ങളില് എന്താണ് ആ കോവിഡ് പശ്ചാത്തലം ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ നമ്മൾ എങ്ങനെയാണ് അത് കടന്നു പോയിരുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ശക്തമായ ഒരു എന്താണ് അവരുടെ തീരുമാനങ്ങളാണ് ഒരുപാട് ജീവൻ ഇന്ന് നിലനിൽക്കാനായിട്ട് കാരണം അല്ലെ. ഒരുപാട് ജീവൻ നമ്മളെ വിട്ടുപോയി എങ്കിലും എന്താണ് മറ്റുള്ള ജീവനെ സംരക്ഷിക്കാൻ കാരണക്കാരൻ ആയത് ആരാണ്? ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ തന്നെയാണ്. ഓക്കെ, അപ്പോ നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമുക്ക് എന്താണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു മേഖല എന്ന് പറയുന്നത് എന്താണ്? എല്ലാ മേഖലയും ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും എന്താണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്താണ്? നമ്മുടെ ആരോഗ്യ മേഖല തന്നെയാണ്. ആരോഗ്യമുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ഭാഗം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Okay. Thank you, ma'am.